അത് മാറ്റിയിട്ട് പെണ്ണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. രണ്ട് പെൺകുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തി കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് സ്വർഗം നൽകുമെന്ന് പഠിപ്പിച്ച് പെണ്ണിന്റെ വിലയും പെണ്ണിന്റെ മൂല്യവും ഈ ലോകത്ത് പഠിപ്പിച്ചിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി പോയി സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും നിങ്ങൾ വാങ്ങാൻ പാടില്ല. മാത്രമല്ല അവരെ നിങ്ങൾ വിവാഹം കഴിക്കുന്നെങ്കിൽ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ പൈസ അവരുടെ മഹർ പൂർണ്ണമായി നിങ്ങൾ കൊടുക്കണം. കൊടുത്തിട്ട് നിങ്ങൾ വിവാഹം കഴിക്കാവൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചെങ്കിൽ ആ തങ്ങളുടെ പേര് പറയുന്ന തങ്ങളുടെ ഉമ്മത്തികളായ നമ്മളെല്ലാവരും കാണിച്ചു കൂട്ടിയതിന്റെ പേരിൽ ഇന്നൊരു പാവപ്പെട്ട മനുഷ്യൻ അവനൊരു പെൺകുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അവന്റെ മുഖം കരിവാടിച്ചു പോവുകയാണ്. അവൻ വിഷമിച്ച് എത്രയോ പെൺകുട്ടികളാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ത്രീധനത്തിന്റെ പേരിൽ കെട്ടിച്ചയക്കാൻ നിർവാഹമില്ലാതെ വീട്ടിൽ നിൽക്കുന്നത്. എത്രയോ പെൺകുട്ടികളാണ് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ അന്യ മതക്കാരായ ആളുകളോടൊപ്പം ഇറങ്ങിപ്പോയത്. എന്റെ സ്വന്തം അനുഭവം ഞാൻ പറയുകയാണ്. എനിക്കറിയാവുന്ന ഒരു പണ്ഡിതന്റെ പെങ്ങൾ, ഒരു ആലിമിന്റെ പെങ്ങൾ നിർവാഹമില്ലാത്തതിന്റെ പേരിൽ ഒരന്യ മനസ്സന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒന്ന് വിവാഹം കഴിച്ച ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി അയാളുമായി ഇന്ന് ജീവിക്കുകയാണ്. ഈ ഗതികേട് വരുത്തിവെച്ചത് ഈ ഉമ്മത്താണ്. ഇതിന് നിർഭാഗ്യവശാൽ പല പണ്ഡിത വേഷധാരികളും വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും വളച്ചൊടിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനെ അനുവദിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും തങ്ങളുടെ മതവും പറയാനല്ലേ നമ്മൾ ഒരുമിച്ച് കൂട്ടിയത്. നോക്കി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കെട്ടാൻ പൈസയില്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്നിട്ടില്ല. കെട്ടിച്ചയക്കാൻ സ്ത്രീധനമില്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, സഹാബാക്കൾ ആണുങ്ങൾ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. സ്ത്രീധനം കൊടുക്കാനല്ല, മകൾ കൊടുത്ത് പെണ്ണിനെ തീറ്റി പോറ്റാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഏറ്റവും അടുത്ത ശിഷ്യൻ സാക്ഷാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഇന്നി റജുലുൻ ശാബുൻ വഅന അഖാഫു അലഅന തആല നഫ്സി. തങ്ങളെ ഞാനൊരു യുവാവാണ്, ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള യുവാവാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ ഞാൻ വ്യഭിചാരത്തിലേക്കും മോശമായ പ്രവർത്തനങ്ങളിലേക്കും പോയി വീഴുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വല അജീബു മാ തസവ്വദു ബിഹി നിസാ. വ്യക്തമായി മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞാൽ അത്ഭുതമായി പോകും. ഇന്ന് പള്ളികളിൽ കാണാൻ സാധിക്കും, മകളെ കെട്ടിക്കാൻ നിർവാഹമില്ലാതെ പള്ളിയിൽ വന്നിട്ട് തെണ്ടുന്ന യാചിക്കുന്ന പിതാക്കന്മാരെ പള്ളിയുടെ വരാന്തകളിൽ കാണാൻ സാധിക്കുമെങ്കിൽ നോക്കി, സഹീഹായ ഹദീസാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങളുടെ മുന്നിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത ശിഷ്യനായ സാക്ഷാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയുന്നു, വല അജിദു മാ തസവ്വദു ബിഹി നിസാ. തങ്ങളെ എനിക്ക് വിവാഹം കഴിക്കാനുള്ള കഴിവും ആഗ്രഹവും ഇല്ലാത്തതിന്റെ പേരിലല്ല, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, എനിക്ക് പ്രായമായി, ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ തെറ്റിലേക്ക് പോകും, പക്ഷേ എന്റെ കയ്യിൽ പൈസയില്ല. മകളെ കെട്ടിച്ചയക്കാനല്ല, എനിക്ക് വിവാഹം കഴിക്കാൻ പൈസയില്ല. അല്ലാഹു പറഞ്ഞത് പെണ്ണിന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ കെട്ടണമെന്നാണ്. മാത്രമല്ല പെണ്ണിന് കൊടുത്തിട്ട് കെട്ടണമെന്നാണ്. തങ്ങളെ എനിക്ക് സാധിക്കുന്നില്ല. ഇത് കേട്ട് നിന്ന സഹാബാക്കൾ പറയുന്നു, ഈ അബൂ ഹുറൈറ വന്നത് എന്തിനാണെന്ന് അറിയാമോ? വിവാഹം കഴിക്കാൻ വേണ്ടി, തങ്ങളുടെ മുന്നിൽ യാചിച്ച് പിരിവ് നടത്താൻ വേണ്ടിയല്ല. വിവാഹം കഴിക്കാനുള്ള പൈസ ഇല്ലാത്തതിന്റെ പേരിൽ തന്റെ പ്രശ്നം ഉടച്ച് തന്റെ വികാരത്തെ ഇല്ലാതാക്കി വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് തങ്ങളോട് അനുവാദം ചോദിക്കുന്നു. ഒന്നല്ല, 3 വട്ടം അനുവാദം ചോദിച്ചു. തങ്ങൾ മിണ്ടാതിരുന്നു. യാ അബൂ ഹുറൈറ ജബ്ബൽ ഖലമു ബിമാ അൻതലാത്തി. എന്നിട്ട് അബൂ ഹുറൈറ വിളിച്ചിട്ട് പറയുന്നു, അബൂ ഹുറൈറ, നീ നിന്റെ വികാരത്തെ നശിപ്പിച്ച് നിന്റെ പ്രശ്നത്തെ ഉടച്ചു കളഞ്ഞ് നീ ഇതിൽ നിന്ന് പിന്മാറണ്ട. പൈസ എവിടെയെങ്കിലും അല്ലാഹു തരും. ജബ്ബൽ ഖലമു ബിമാ അൻതലാത്തി. അല്ലാഹു നിനക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഇസ്തിഗ്ഫാർ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞയക്കുന്ന കാലഘട്ടമായിരുന്നു, പറഞ്ഞയക്കുന്ന അവസ്ഥയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ തങ്ങളുടെ ഈ ഉമ്മത്തിൽ
എന്താണ് സംഭവിക്കുന്നത്? പാവപ്പെട്ട പെൺമക്കളെ കെട്ടിച്ചയക്കാനുള്ള നിർവാഹമില്ലാതെ പിതാക്കന്മാർ സ്വന്തം വൃക്കകളും ശരീരത്തിൽ ആവശ്യമുള്ള വസ്തുക്കളും സ്വന്തം ജീവൻ പോലും മറ്റുള്ളവന്റെ മുന്നിൽ കൊണ്ടുപോയി വിൽക്കുകയും പണയപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇനി നോക്കി നബിയുടെ മുന്നിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറയുന്നു, തങ്ങളെ ഈ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരണം. തങ്ങളോട് വിവാഹാലോചനയുമായി വന്ന പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ല. നിനക്ക് എന്ത് വേണം? എന്ത് തന്നാൽ നീ കെട്ടും? അല്ലെങ്കിൽ നിനക്ക് എത്ര സ്വർണം വേണം? ഏത് തരത്തിലുള്ള ഒട്ടകം വേണം? ഏത് തരത്തിലുള്ള കുതിര വേണം? എത്ര ദിർഹം വേണം? എത്ര ദീനാർ വേണം? ഇതല്ല മുഹമ്മദ് റസൂലുള്ളാഹി ചോദിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹി ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണുള്ളത്? ഈ സഹാബി പറഞ്ഞു, തങ്ങളെ ഞാൻ ഈ വിറ്റിരിക്കുന്ന ഈ വസ്ത്രമല്ലാതെ ഈ പുതപ്പല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. തങ്ങൾ പറഞ്ഞില്ല, നീ പോയി വിവാഹം കഴിഞ്ഞ് ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് സ്വത്തുള്ള പെണ്ണാണ്, അതുകൊണ്ട് ഈ പെണ്ണിന്റെ പൈസ കിട്ടും, ആ പൈസക്ക് നിനക്ക് വസ്ത്രം വാങ്ങിയിടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. തങ്ങൾ എന്താ പറഞ്ഞത്? ആ വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് കരച്ചിൽ വരും. ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്. ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് സ്വർണവും പണവും വാങ്ങി നീ വിവാഹം കഴിക്കണമെന്നല്ല പറഞ്ഞത്. നീ നിന്റെ വീട്ടിൽ പോയി വീട് മുഴുവൻ അന്വേഷിക്കുക. ഇതിൽ നിന്റെ ഒരു മോതിരമെങ്കിലും നിന്റെ വീടിന്റെ ഏതെങ്കിലും മൂലയിൽ കിടപ്പുണ്ടെങ്കിൽ ആ മോതിരം എടുത്തുകൊണ്ട് വന്ന് ഈ പെണ്ണിന് കൊടുത്തിട്ട് ഈ പെണ്ണിന് അന്തസ്സായിട്ട് അല്ലാഹു പറഞ്ഞതുപോലെ പെണ്ണിനെ കൊടുക്കാനുള്ള കൊടുത്തിട്ട് നീ വിവാഹം കഴിച്ചുകൊണ്ട് പോകാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയേണ്ട ഗതികളായിരുന്നു ആ കാലഘട്ടത്തിലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പിതാക്കന്മാർ പള്ളിയുടെയും പള്ളിയുടെ വരാന്തകളിലും കമ്പോളങ്ങളിലും നിന്ന് തെല്ലുകയാണ് ഈ ഉമ്മത്തിന്റെ മക്കൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി. ഇത് നമ്മളായി ഉണ്ടാക്കി വെച്ചതാണ്. ഈ ഒരു മാരണത്തിന്റെ പേരിൽ മോശതലത്തിലേക്കും അന്യമതത്തിലേക്കും എത്ര പെൺകുട്ടികൾ, എത്ര ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ ഈ നാടുകളിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഓരോരുത്തരും സമാധാനം പറയേണ്ടതാണ്. ഒരിക്കലും അന്യന്റെ മുതൽ പൂർണ്ണ തൃപ്തിയില്ലാതെ ഒരാൾക്കും ഹലാലാവുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. എത്രത്തോളം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ മഹറായിട്ട് ഒരു ജോഡി ചെരുപ്പ് കൊടുത്തു. തങ്ങൾ ആ പെണ്ണിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, പെണ്ണെ, അല്ലാഹ് പറഞ്ഞതാണ് നിനക്ക് മഹർ നൽകാൻ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് നിനക്ക് ലഭിക്കുന്നതാണ്. നീ എന്റെ 2 ചെരുപ്പിൽ ഒതുക്കിക്കാണത്, നീ ഈ 2 ചെരുപ്പ് കൊണ്ട് തൃപ്തിപ്പെട്ടോ? ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുടെ മുന്നിൽ വെച്ച് തങ്ങളുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങളോട് ചോദിക്കുന്നെങ്കിൽ ഇന്ന് നേരെ തിരിഞ്ഞുപോയി. ഒരിക്കലും ഹലാലാവുകയില്ല. ഇതിനെ ഹലാലാക്കാനും ഇതിനെ അനുവദനീയമാക്കാനും പല പണ്ഡിത വേഷധാരികളും പരിശ്രമിക്കുന്നുണ്ട്. എന്തെല്ലാം കുതന്ത്രങ്ങൾ, ഏതെല്ലാം ആയത്തുകളെ വളച്ചൊടിച്ചാലും ഏതെല്ലാം ഹദീസുകളെ വളച്ചൊടിച്ചാലും ശരി, ഇതൊരിക്കലും ഹലാലാവുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെതിരാണ്, തങ്ങളുടെ ജീവിത ശൈലിക്കെതിരാണ്. പെണ്ണിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ആ പെണ്ണിനെ കെട്ടുകയും ആ പെണ്ണിന്റെ കാശ് കൊണ്ട് വസ്ത്രം വാങ്ങി ധരിക്കുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസുകൾ ഓർത്തു വെക്കുക, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർത്തു വെക്കുക. ഇതൊരിക്കലും ഹലാലാവുകയില്ല.